പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഒരു നാടോടി കഥയുടെ മട്ടിലുള്ള കഥ കേൾക്കൂ. കുളത്തിലെ തവളകൾ. ഓലോലം കുളത്തിൽ ധാരാളം തവളകൾ പാർത്തിരുന്നു. അതിൽ മിടുമിടുക്കനായ തവളയായിരുന്നു ഫ്രോഗി. മറ്റു തവളകൾ ഈ കുളമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലാശയമെന്ന് വിശ്വസിക്കുമ്പോൾ, ഫ്രോഗി വിശാലമായ ലോകം സ്വപ്നം കണ്ട് എപ്പോഴും മുകളിലേക്ക് നോക്കിയിരിക്കും. മേലോട്ടു നോക്കുവിൻ കൂട്ടുകാരെ, മാനത്തു മേഘങ്ങൾ പാഞ്ഞിടുന്നു, ആനയെപ്പോലെ കറുത്ത കൂറ്റൻ മേഘങ്ങൾ കണ്ടുവോ നിങ്ങളെല്ലാം. മറ്റുള്ളവർ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. ഈ മേഘം അധികം ദൂരെയല്ലാതെ പോയി പെയ്യാനുള്ളതാണ്. അവിടെ ചിലപ്പോൾ വലിയ തടാകങ്ങളുണ്ടാവും. ഒന്ന് പോകുന്നുണ്ടോ ഫ്രോഗി? ഇതിലും വലിയ തടാകം ഈ പ്രപഞ്ചത്തിലില്ല. അവർ തവളക്കുട്ടനെ കളിയാക്കി. ലോകത്തിലേറ്റം വലിയ ജലാശയം നമ്മൾ വസിക്കുന്നതാണു കേട്ടോ. വേറെങ്ങും ഇതുപോലെയുള്ള കുളങ്ങൾ കാണില്ല, സംശയം പോലുമില്ല. തവളകളുടെ നേതാവായ കരടകൻ തവള പറഞ്ഞു. ഫ്രോഗനൊന്നും മിണ്ടിയില്ല. നാളുകൾ കടന്നുപോയി. കഠിനമായ വരൾച്ച അവരുടെ കാടിനെയും ബാധിച്ചു. കുളത്തിൽ വെള്ളം കുറഞ്ഞ് ഒടുവിൽ തീരെ വറ്റിയ അവസ്ഥയായി. അയ്യയ്യോ കൂട്ടരെ, എന്തു ചെയ്യേണ്ടിനി? നമ്മളെല്ലാം ഭയമേറിടുന്നു. നമ്മൾ വസിക്കും കുളമതു വറ്റി എങ്ങങ്ങു പോയിടും കൂട്ടരെ നാം. അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഫ്രോഗൻ പറഞ്ഞു, അങ്ങേ കുന്നിൻ ചെരുവിലായി നല്ലൊരു കുളമുണ്ട്. കൂട്ടുകാരെ, അവിടെ പോകാം, രസിച്ചു വാണിടാം. വരുവിൻ വരുവിൻ കൂട്ടുകാരെ. മനസ്സില്ലാ മനസ്സോടെ തവളകൾ ഫ്രോഗനോടൊപ്പം പുറപ്പെട്ടു. പൊരിവെയിലത്ത് നടന്നും ഓടിയും ചാടിയും അവർ കുറേ ദൂരെയുള്ള കുന്നിൻ ചരിവിലെത്തി. അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ അതാ നിറയെ വെള്ളമുള്ള വലിയൊരു തടാകം. തവളകൾ ആവേശത്തോടെ കുളത്തിലേക്ക് എടുത്തു ചാടി. ഫ്രോഗൻ ശരിയാണെന്ന് അവർക്ക് മനസ്സിലായി. ഒട്ടും വൈകാതെ ഫ്രോഗനെ അവരുടെ നേതാവായി തിരഞ്ഞെടുത്തു. അവർ ഒരുമിച്ച് പുതിയ ജലാശയത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു.